ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രൂശിലെ 5-ാമത്തെ മൊഴിയാണ്. വചനം ഇങ്ങനെയാണ്. യോഹന്നാൻ 19:28. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ക്രൂശിൽ നിന്നുള്ള ഒരു അത്ഭുതകരമായ വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത്. ഈ ഒരു വാക്ക് ഒരു സാധാരണ ദാഹത്തിൻ്റെ വാക്കല്ല. യേശു ഇത് മനുഷ്യരാശിയോട് പറഞ്ഞ ഒരു ആത്മീയ സത്യമാണ്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. യേശു വേദനയിൽ മുഴുകിയിരിക്കുന്നു. യേശു സൂര്യൻ്റെ ചൂടിൽ കരിഞ്ഞുമിരിക്കുന്നു. ആ സമയത്ത് യേശു പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഇതൊരു ശാരീരിക ദാഹമായിരുന്നു. എന്നാൽ ഇതുമാത്രമായിരുന്നില്ല. യേശുവിൻ്റെ ദാഹം വെള്ളത്തിനായിരുന്നില്ല. യേശുവിൻ്റെ ദാഹം ആർക്കു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാമോ? നിനക്കായി, എനിക്കായി, നമുക്ക് വേണ്ടിയാണ് യേശു ദാഹിച്ചത്. യേശുവിനുണ്ടായത് ശാരീരിക ദാഹമല്ല, ആത്മീയ ദാഹമായിരുന്നു. നമ്മുടെ രക്ഷയ്ക്കായുള്ള ദാഹം, പാപികളായ ഓരോരുത്തരുടെയും മടങ്ങിവരവിനുള്ള ദാഹം, നിന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ദാഹം. സഹോദരങ്ങളെ, ഇന്ന് യേശു നിന്നോട് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു. എന്തിനായി? നിന്റെ സ്നേഹത്തിനായി. ബൈബിൾ പറയുന്നു, യേശുവിന് അവർ കൊടുത്തത് വെള്ളമല്ല, പുളിച്ച വീഞ്ഞ് ആയിരുന്നു. ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യർ പലപ്പോഴും ദൈവത്തിന് സ്നേഹം കൊടുക്കേണ്ടയിടത്ത് അവഗണനയാണ് നൽകുന്നത്. സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നാം എന്താണ് ദൈവത്തിനു വേണ്ടി നൽകുന്നത്? നമുക്ക് സമയമില്ല, പ്രാർത്ഥനയില്ല, സ്നേഹമില്ല. പക്ഷേ യേശുവിന് ഇപ്പോഴും നിന്നോടുള്ള ദാഹം ഉണ്ട്. സഹോദരങ്ങളെ, നമുക്കും ഒരു ദാഹമുണ്ട്. സന്തോഷത്തിന് മാത്രമായുള്ള ദാഹം, സമാധാനത്തിന് മാത്രമുള്ള ദാഹം, സ്നേഹത്തിന് മാത്രമുള്ള ദാഹം. പക്ഷേ ഇതിൽ നിന്നും നമ്മെ എന്താണ് നിറയ്ക്കുന്നത്? തെറ്റായ കാര്യങ്ങളിലൂടെയാണ് നാം ഓരോ ദാഹവും നിലനിർത്തുന്നത്. ലോകസുഖത്തിനും പണത്തിനും ബന്ധങ്ങൾക്കും വേണ്ടിയാണ് നാം പലപ്പോഴും ദാഹിക്കുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥ ജലം യേശു തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. യേശു തന്നെയാണ് ജീവൻ്റെ ജലം എന്ന് തിരിച്ചറിയുക. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല. യേശു തന്നെയാണ് ജീവൻ്റെ ജലം, ആത്മീയ തൃപ്തി, നിത്യജീവൻ. നീ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ ദാഹം അവസാനിക്കും എന്ന് യേശു നിന്നോട് ചോദിക്കുന്നു. നിന്റെ ഹൃദയം കൊടുക്കാമോ? നിന്റെ സമയം കൊടുക്കാമോ? നിന്റെ സ്നേഹം കൊടുക്കാമോ? ഇന്ന് തന്നെ നീ തീരുമാനമെടുക്കുക. നിന്റെ ഹൃദയം യേശുവിന് നൽകുന്നു. നിന്റെ സമയം നീ യേശുവിന് നൽകുന്നു. നിന്റെ ജീവിതം യേശുവിന് നൽകുന്നു. അതിലൂടെ നീ ജീവൻ്റെ ജലം പ്രാപിക്കും. നന്മയേറിയ ഒരു ജീവിതം നീ അനുഭവിക്കും. കേട്ട വചനത്താൽ അവിടുന്ന് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.